ഇന്ന് നമ്മുടെ പാറക്കുട്ടീനെയും കൊണ്ട് മുടി വെട്ടാൻ പോയ കഥയാട്ടോ. പാറക്കുട്ടിയുടെ മുടി നല്ലോണം വലുതായിട്ടുണ്ട്. അതായത് കുറച്ച് അധികം നാളായി മുടി വെട്ടിയിട്ട് 2 തവണ മൊട്ടടിച്ചു. അതിന് ശേഷം പിന്നെ അങ്ങനെ ചെറുതായിട്ടൊക്കെ വെട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വളർത്തിയിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാമെന്ന്. കാരണം അവളുടെ മുടി അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് തിക്നെസ് കുറവായിട്ടുള്ള മുടിയാണ്. പക്ഷേ ഭയങ്കര എൻ്റെ മുടി മാതിരി ഇങ്ങനെ ഭയങ്കര തൂവൽ മാതിരിയുള്ള കനമുള്ള, പക്ഷെ എന്നാൽ ചേട്ടൻ്റെ മുടിയുടെ ടെക്സ്ചർ മാതിരി, അതായത് ചുരുണ്ടിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശോഭ മാളാണ് പോയത്. നമ്മുടെ ടോണി ആൻഡ് ഗായ് ഇല്ലേ, അവരുടെ സലൂണിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളാണ് അവിടെ വെട്ടുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് ഒന്ന് ജസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാർക്കുട്ടിക്ക് മുടിയുണ്ട്. പിന്നെ അവൾക്ക് ഈ കാറിലാണ് ഇരുത്തിയത് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വോൾഫ് കട്ടില്ലേ, അത് അടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നോക്കട്ടെ. അപ്പോൾ ആളിങ്ങനെ തല കുനിക്കാൻ പറയുമ്പോൾ കുറച്ച് നേരം കുനിഞ്ഞിരുന്നിട്ട് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ അതിൽ മിക്കി മൗസ് ഉണ്ട്, അവളെ മേളിലിട്ട് കൊടുത്തിരിക്കുന്ന ക്ലോത്തില്ലേ, അതൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ആളെന്തോ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല ഗുഡ് ഗേളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു പാവത്താൻ്റെ പോലെ. ഇപ്പം ഞാൻ ഇവിടെ നിന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശോഭമാളിൽ പോകുമ്പോൾ അറിയാമല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സോണൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മുടി വെട്ടിയിട്ട് നമുക്ക് കളിക്കാൻ കൊണ്ടുപോകട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കത് താല്പര്യമായിട്ടോ. പിന്നെ ഈ സംഭവമില്ലേ ഹെയർ ഡ്രയർ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് അത്യാവശ്യം മുടി വെട്ടി. പിന്നത്തെ കാര്യം, ഞങ്ങൾ ഫ്രണ്ടിൽ അവൾക്ക് ഇങ്ങനെ കുറച്ച് മുടി കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സെൽഫ് കട്ട് ചെയ്ത കാരണം ഫ്രണ്ടിൽ ആ ഒരു ബാംഗിൾസ് പോലെ ഇടാൻ പറ്റി, കട്ട് ചെയ്യാനുള്ള അത്ര മുടിയില്ല. അപ്പോൾ ജസ്റ്റ് അവരിങ്ങനെ മാമാട്ടിക്കുട്ടിയുടെ പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ട് കട്ട് ചെയ്തു. പിന്നെ ഇവളുടെ മുടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഷോർട്ടായില്ലോ, ഇനിയിപ്പോൾ വളർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗി കാണുള്ളൂ കേട്ടോ. അപ്പോൾ അവരിതാ ഫ്രണ്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്നു കേട്ടോ. പാവം തോന്നി എനിക്ക് കണ്ടപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗുഡ് ഗേളായിട്ട് ഇരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി കളിക്കാൻ പോകാനുള്ള തിരക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞ മുടി ഇങ്ങനെ ആട്ടിയാലാണ് നല്ല ഭംഗിയുള്ളത്. അപ്പോൾ അവളെ മുടി ആട്ടുണ്ട് കേട്ടോ. ആളെ കൊണ്ട് വലിയ ശല്യമില്ല കേട്ടോ. ശല്യം എന്ന് പറഞ്ഞാൽ വികൃതിയൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയുടെ മുടി വെട്ടിയിട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ.